നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ ധൈര്യം ഇപ്പോഴുള്ളതിനേക്കാൾ 100 മടങ്ങ് കൂട്ടാൻ പറ്റിയാലോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലേ? പക്ഷെ അത് സാധ്യമാണ്. അസാധ്യമെന്ന് തോന്നുന്ന ആ ഒരു ലക്ഷ്യം എങ്ങനെ നേടാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ റിയുഹോ ഒക്കാവോയുടെ തിങ്ക് ബിഗ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് ഇതിലുള്ളത്. നമുക്കതിലേക്ക് കടക്കാം. ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ ധൈര്യം അത് 100 മടങ്ങായി മാറിയാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ വരിക, അല്ലേ? ഈയൊരു കിടിലൻ വാഗ്ദാനമാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ചുമ്മാ പറയുന്നൊരു കാര്യമല്ല, ഇത് ശരിക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷ്യം തന്നെയാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈയൊരു യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സമയം നമ്മുടെ ചെറുപ്പകാലമാണ് എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ അധികമൊന്നും കാണില്ല, അല്ലേ? കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, സമൂഹത്തിലെ പേര്, അല്ലെങ്കിൽ ഒരുപാട് സ്വത്ത്, ഇത്തരം ഭാരങ്ങളൊന്നും അധികമില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. ശരി, അപ്പോൾ ഈ പറയുന്ന 100 ഇരട്ടി ധൈര്യം എവിടുന്നാ വരുന്നത്? അത് വെറുതെ അങ്ങ് ഉണ്ടാവുന്ന ഒന്നല്ല. അതിനു പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യബോധം വേണം. അതാണ് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഇത് നോക്കൂ, ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ധൈര്യമെന്ന് പറയുന്നത് വെറും ഒരു ഫീലിംഗ് അല്ല, അതൊരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിലെ മിഷൻ പൂർത്തിയാക്കാനുള്ള ഒരു ഉറച്ച തീരുമാനം. പുസ്തകത്തിൽ ഇതിനെ പറയുന്നത് യുവത്വത്തിലെ ജ്ഞാനോദയം എന്നാണ്. അതായത്, നമ്മൾ എന്തിനാണ് ജനിച്ചത്, ജീവിതത്തിൽ എന്താണ് നേടേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു യാത്രയാണ്, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയുന്നൊരു സ്റ്റേജ്. അപ്പോൾ ഈ സ്വയം കണ്ടെത്തലിന് കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഒന്നാമത്തത്, നിങ്ങളെ തന്നെ ഒന്ന് നോക്കുക. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്വഭാവം, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, നിങ്ങളുടെ ജീവിതമൊന്ന് റിവ്യൂ ചെയ്യുക. ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് ആലോചിക്കുക. മൂന്നാമത്തത്, ഈ ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ ജീവിത ദൗത്യം, നിങ്ങളുടെ മിഷൻ കണ്ടെത്തുക. ഇത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ ലക്ഷ്യം കണ്ടെത്തി. ഇനി അതു മതിയോ? പോരാ. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരുപാട് ഭയങ്ങളുണ്ടാവും, അല്ലേ? അപ്പോൾ ആ ഭയങ്ങളെ എങ്ങനെ നേരിടാം, എങ്ങനെ അതിലൂടെ ധൈര്യം കൂട്ടാം, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവായി തോന്നാം, പക്ഷെ പരാജയങ്ങളെ പേടിച്ചോടുന്നതല്ല, അതിനെ നേരിടുന്നതാണ് യഥാർത്ഥ വളർച്ച. ശരിക്കും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് പരാജയങ്ങളല്ല, പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ്. ആ പേടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ ഈ ഭയത്തെ ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്, അതുതന്നെ ചെയ്യാൻ സ്വയം വെല്ലുവിളിക്കുക. അതിൽ നിന്ന് ഒളിച്ചോടാതെ നേരെ ചെന്ന് നേരിടുക. ഇതിൻ്റെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് നേട്ടമുണ്ട്. കാരണം ആ പേടി അങ്ങില്ലാതാവും. പകരം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഇനി തോറ്റാൽ പോലും ആ ഒരു തകർച്ചയുടെ ഫീലിംഗ് ഉണ്ടല്ലോ, അത് മുന്നോട്ട് പോകാനുള്ളൊരു എനർജിയായി മാറും. വളരാനുള്ളൊരു ആഗ്രഹം വരും. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ നയിക്കാൻ കെൽപ്പുള്ള ഒരാളായി മാറും. ശരി, അപ്പോൾ നമ്മൾ ലക്ഷ്യം കണ്ടെത്തി, ഭയങ്ങളെ നേരിടാനുള്ള വഴിയും മനസ്സിലാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ കിട്ടിയ ധൈര്യത്തെ എങ്ങനെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുന്ന ഒരു ശീലമാക്കി മാറ്റാമെന്നാണ്. അതായത്, ഒരു പ്രൊഫഷണലാകുന്നതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജോലിയുടെ പേരല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലാണോ അതിൽ ഓരോ ദിവസവും നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് ഒരു എക്സ്പേർട്ട് ആവുക. ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ പരിശ്രമങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ പുസ്തകം എഴുതിയ ആളുടെ ജീവിതം തന്നെയാണ്. അദ്ദേഹം 1986 വെറും 90 പേരുടെ മുന്നിലാണ് ആദ്യമായി പ്രസംഗിക്കുന്നത്. പിന്നീടത് 400ആയി, 1000ആയി. 1991 ആയപ്പോഴേക്കും ടോക്കിയോ ഡോമിൽ 50,000 പേരുടെ മുന്നിൽ പ്രസംഗിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നു. കണ്ടില്ലേ, ഓരോ ദിവസത്തെയും പരിശ്രമമാണ് അദ്ദേഹത്തെ അവിടെ എത്തിച്ചത്. ഇതാണ് പ്രൊഫഷണലിസം. അതുകൊണ്ട് യഥാർത്ഥ പ്രൊഫഷണലുകൾ ഒരിക്കലും പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടില്ല. സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റെന്ത് ബുദ്ധിമുട്ടുകളോ ആകട്ടെ, അവർ അതിനെ സമചിത്തതയോടെ നേരിടും, എന്നിട്ട് ജയിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. 100x, 100 ഇരട്ടി ധൈര്യം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്? ഇതിന്റെ ഫോർമുല വളരെ സിമ്പിളാണ്. ഒന്നാമത്, നിങ്ങളുടെ ജീവിത ദൗത്യം എന്താണെന്ന് കണ്ടെത്തുക. രണ്ടാമത്, വഴിയിൽ വരുന്ന ഭയങ്ങളെ ധൈര്യമായി നേരിടുക. മൂന്നാമത്, എല്ലാ ദിവസവും ഒരു പ്രൊഫഷണലിന്റെ മനോഭാവത്തോടെ പരിശ്രമിക്കുക. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് നിങ്ങളുടെ ധൈര്യം 100 ഇരട്ടിയായി വർദ്ധിക്കുന്നത്. ഇനി നിങ്ങളുടെ അവസരമാണ്.
ഈ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ടേ? അപ്പം നിങ്ങൾ ആദ്യം ഏറ്റെടുക്കാൻ പോകുന്ന വെല്ലുവിളി ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് തുടങ്ങിക്കോളൂ.